ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സ്നാക്ക്, അതായത് സ്റ്റോറബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒന്നോ രണ്ടോ ചേരുവകൾ വീട്ടിലുള്ള എപ്പോഴുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് അരക്കപ്പ് അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അരക്കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടകളില്ലാതെ ഇതൊന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഇതിനെ വെച്ചിട്ട് പാനിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓണാക്കി കൊടുക്കാം. ഇതിലോട്ടൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അരക്കപ്പ്, ഇതിലോട്ട് 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓണാക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം വെള്ളം വറ്റി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം വറ്റിയിട്ട് നമുക്കൊരു ഡോ പോലെ ആയി കിട്ടണം. അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ശേഷം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കുക. ഈ സമയം തീ വളരെയധികം ഒന്ന് കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ മുട്ടയൊക്കെ വറ്റിയിട്ട് പാനിൽ നിന്ന് ഇളകി വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതേ ബൗളിലോട്ട് തന്നെ ഇതിനെ മാറ്റി കൊടുക്കണം. ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂണ് കരിഞ്ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എള്ള് ചേർത്താലും മതി. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് തന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ചൂടാറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞു ബോളില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെറുതാക്കുന്നുണ്ട്. ഇത്ര കേട്ടോ. ഒരു കോട്ടിയൊക്കെ ഉണ്ടാകുന്നില്ല ഗോളി എന്ന് പറയുന്നത്, അത്രയും പോലെ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ബൗൾ ഒരു പത്തിരി പ്രസ്സിൽ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതേപോലെ 2 എണ്ണം വെച്ച് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് പണി ലാഭമായിരിക്കും. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഈ പത്തിരി പ്രസ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഷീറ്റ് വെച്ചിട്ട് സ്റ്റീൽ പാത്രം കൊണ്ട് കമിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഈ പാത്രത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിലോട്ട് അടിയിൽ ഇടുന്നതിന് മുമ്പ് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഇത്രയും തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കുന്ന ആവശ്യമൊന്നും ഇല്ല, കാരണം നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അങ്ങനെ അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വീട്ടമ്മമാർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് സെയിൽ ചെയ്താൽ നമുക്ക് വീട്ടിലൊക്കെ ഒരു വരുമാനം കൂടിയാണ്. ഇത് 1 മാസം 1-2 മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. ഇനി നമുക്ക് നല്ലവണ്ണം ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇതിന് മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ 5 എണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അനക്കണ്ട. നമുക്കൊന്ന് ലൈറ്റ് കളർ മാറുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മാത്രം മതി. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഓയിലൊന്നും പിടിക്കത്തുമില്ല. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.